السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وافعلوا الخير لعلكم تفلحون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് വിഷൻ 2011 ഉദ്ഘാടനം ചെയ്യുന്ന മൈദിൻ കാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ആദരണീയനായ വ്യവസായ IT നഗരകാര്യ വികസന വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ ജനനായകർ, ജനപ്രതിനിധികൾ, മതസാമൂഹിക സാംസ്കാരിക നായകർ, സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ, സർവോപരി നമ്മുടെ ഗസ്റ്റുകളായി ഇവിടെ എത്തിയ ഉൾക്കാഴ്ച കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച നല്ലവരായ ശ്രോതാക്കൾ, പ്രവാചക തിരുമേനിയോട് അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്രമം ഏത് എന്ന ചോദ്യത്തിന് പലവരോടും പല പ്രതികരണമാണ് പ്രവാചക തിരുമേനി നൽകിയത്. ചിലപ്പോൾ പറഞ്ഞു ഇത്ആമുത്താം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മറ്റു ചിലരോട് പറഞ്ഞു ഇയാദത്തുൽ മരീദ്, രോഗികളെ ശുശ്രൂഷിക്കുക. ചിലപ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ചിലരോട് പറഞ്ഞു അന്ധന്മാരെ കൈപിടിച്ച് അവർ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിക്കുക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മറുപടി ഒരേ ചോദ്യത്തിന് അത് അവസരവാദമല്ലേ? ഒരു ചോദ്യം മറുപടികൾ വ്യത്യസ്തമാകുന്നത്. സത്യത്തിൽ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇതെല്ലാം ഒരേ പോയിന്റ് ആശ്രയിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നോട് നിങ്ങൾ എൻ്റെ വയസ്സ് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം പറഞ്ഞതല്ല ഞാൻ ഇത്തവണ പറയേണ്ടത്, അടുത്ത വർഷം ഇത്തവണ പറയുന്നതല്ല, അതെല്ലാം എൻ്റെ ബർത്ത് ഡേറ്റ് ആശ്രയിച്ചാൽ എന്ന പോലെ ഈ വ്യത്യസ്തങ്ങളായ മറുപടികളെല്ലാം ഇദ്ഖാലുൽ ഫറഹി ഫീ ഖൽബിന്ദി, ഒരു മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്രമം. അത് ചിലപ്പോൾ ഒരു കൈപിടിച്ച് അഭിനന്ദനം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫോൺ സന്ദേശം കൊണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തായേക്കാം, രോഗികളെ ശുശ്രൂഷിക്കലായേക്കാം. അതിനേക്കാൾ മഹത്തായ സൽക്രമങ്ങൾ ഒന്നും അല്ലാഹുവിന്റെ മുമ്പിൽ ഇല്ല. 1000 ഹദീസുകൾ അതിനുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇതിനു വേണ്ടി മാത്രം ഒരു മാസം അല്ലാഹു സുബ്ഹാനഹു തആല നീക്കി വെച്ചു. വകാന അജ്വദൻ നാസ്, ജനങ്ങൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നത് റമദാൻ മാസത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ധർമ്മത്തെക്കുറിച്ച് പറയുന്നത് കദ്ദീഹിൽ മുർസല, അടിച്ചു വീശുന്ന മന്ന മാരുതനെ പോലെ. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല, ഏതെങ്കിലും ഒരു ജാതിക്കല്ല, ജാതി മത ഭേദമന്യേ എല്ലാവരിലേക്കും ഉപകാരം ചെയ്യുക എന്നതാണ് പ്രവാചക തിരുമേനിയുടെ ശൈലി. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൈദുന സഖാഫത്തുൽ ഇസ്ലാമിയ, മൈൽ സ്റ്റോൺ ഇൻ ചാരിറ്റി, ഇതിന്റെ മുദ്ര മോട്ടോ തന്നെ കാരുണ്യ മേഖലയിൽ ഒരു നായികക്കല്ല് എന്ന മുദ്രാവാക്യത്തോടെ 1997 ജൂൺ 6 വ്യാഴാഴ്ച 11 മണിക്ക് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ സ്ഥാപനത്തിന് കേവലം 9 സെന്റ് ഭൂമിയാണ്, 2 സ്റ്റാഫുമാരാണ്, 118 വിദ്യാർത്ഥികളാണ്. എന്നാൽ ഇന്ന് 2011 ഓഗസ്റ്റ് 20 ശനിയാകുമ്പോഴേക്ക് 13 വർഷമാകുമ്പോഴേക്ക് 110 ഏക്കർ ഭൂമിയാണ്.
110 ഏക്കർ ഭൂമി, 800 സ്റ്റാഫുമാര്, 13,500 വിദ്യാർത്ഥികള്, 26 സ്ഥാപനങ്ങള്, പോളിടെക്നിക്, ITC, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ, ശരിയത്ത് കോളേജ്, പബ്ലിക് സ്കൂൾ, ദഅവ കോളേജ്, സ്കൂൾ ഓഫ് ജേർണലിസം, IT സെന്റർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ 26 സ്ഥാപനങ്ങളിലായി 13,500 വിദ്യാർത്ഥികൾ ഇതിൽ പഠിക്കുന്നു. അതിൽ വളരെ ശ്രദ്ധേയമാണ് ഈ സ്ഥാപനത്തിന് സ്കൂൾ ഓഫ് ബ്ലൈൻഡ്, സ്കൂൾ ഓഫ് ഡെഫ്, സ്കൂൾ ഓഫ് MR, അന്ധ, ബധിര, മൂക വിദ്യാലയങ്ങള്. കേരളത്തില് ഇങ്ങനത്തെ സ്ഥാപനങ്ങള് മൊത്തം 120 അതിൽ 115 സ്ഥാപനങ്ങളും മറ്റ് മതസ്ഥരിലാണ്. അതിൽ ആദ്യമായി സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി നമ്മുടെ MR ഉദ്ഘാടനത്തിൽ പറഞ്ഞ പോലെ ഒരു ഫീസും ഈടാക്കാതെ പൂർണ്ണമായും സൗജന്യമായി മലപ്പുറം ജില്ലയിൽ നടത്തുന്ന ആദ്യത്തെ സ്ഥാപനം നമ്മുടെ സ്ഥാപനം മാത്രമാണ്. ഞാൻ ഒന്നുകൂടി ഓർക്കുകയാണ്, 8 വർഷം മുമ്പ് ഞങ്ങൾ ബ്ലൈൻഡ് സ്കൂൾ ആരംഭിക്കുന്നു എന്ന് ഒരു പത്രത്തിൽ പരസ്യം വന്നപ്പോൾ ഒരു തിങ്കളാഴ്ചയായിരുന്നു. അന്ന് തൊട്ട വെള്ളിയാഴ്ച സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാറന്നൂർ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഇന്ന് വന്നത് പത്രത്തിൽ വായിച്ചു നിങ്ങൾ ബ്ലൈൻഡ് സ്കൂൾ തുടങ്ങുന്നു എന്ന്. നിങ്ങൾ തുടങ്ങരുത് എന്ന് പറയാനാണ്. കാരണം ഞാനത് തുടങ്ങി പഠിച്ചതാണ്. ആ സ്ഥാപനം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വിരലെണ്ണാവുന്ന കുട്ടികളായിരുന്നു. ഒരു കുട്ടിയെ കാണാതെ വിഷമിച്ചു. അങ്ങനെ നാടും പരിസരവും ആകെ തെരഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞു. അവസാന ഘട്ടത്തിൽ കുട്ടി വല്ലതും സംഭവിച്ചോ, വീട്ടുകാർക്ക് വിവരമറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ. ഫയർഫോഴ്സ് ഒക്കെ വന്നു തെരഞ്ഞു. അവസാനം തോടും പുഴയും ഒക്കെ അന്വേഷിച്ചു. കണ്ടെത്തിയത് പരിസരത്തെ വലിയൊരു ഗൾഫുകാരന്റെ വലിയ കമ്പൗണ്ട് വാൾ വീട്ടിന്റെ 2ാം നിലയുടെ വാട്ടർ ടാങ്കിന്റെ ഉള്ളിലാണ്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഈ കുട്ടി എങ്ങനെ, ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടി, ഒരു കായികാഭ്യാസിക്ക് പോലും കയറാൻ പറ്റാത്ത ഉയരത്തിൽ കയറിയത് എങ്ങനെ? ജിന്ന് കൊണ്ടുപോയി ഇട്ടതാണോ? ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞത്, ഞങ്ങൾ പരിസരത്തുള്ള കൗങ്ങിന്റെ മുകളിൽ കയറി അതിന്റെ തൂമ്പൊടിച്ച് അത് ഇങ്ങോട്ട് കയറിയതാണ്. ഇതാണ് ഇവരുടെ കുരുത്തക്കേട് എന്ന് പറഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നായിരുന്നു ധരിച്ചിരുന്നത്. ഏതാണെങ്കിലും തുടങ്ങി നോക്കുമ്പോൾ മാഷാ അല്ലാഹ് ഞങ്ങളുടെ അവസ്ഥകൾ നേരെ വിപരീതമാണ്. അവരുടെ കഴിവുകൾ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 4 വർഷം മുമ്പ് കോഴിക്കോട് നടന്ന വിസ്മയം എക്സിബിഷനിലേക്ക് ഞങ്ങളെ കുട്ടികളെ ക്ഷണിച്ചു. ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗിൽ എന്തു ചെയ്യണം, കുട്ടികൾ അയച്ചാൽ അത് അവരുടെ അത്ഭുത പ്രതിഭാസങ്ങൾ, അവരുടെ ആകർഷണീയമായ പ്രദർശനങ്ങൾ ആകർഷിക്കും. വേണമെന്ന് ഒരു വിങ്. മറ്റൊരു ചിലരുടെ അഭിപ്രായം, ആരാന്റെ കുട്ടിക്ക് പിരാന്തളിയാൽ കാണാൻ നല്ല ചേലു എന്ന പോലെ ആ കുട്ടികളെ കാണുന്നവർക്ക് സന്ദർശകർക്ക് ആസ്വാദകരമാണെങ്കിലും അവരുടെ വാപ്പമാരോ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ അതിൽ പോകുമ്പോൾ അവർക്കത് ഞങ്ങളുടെ കുട്ടികളെ പ്രദർശന വസ്തുക്കളാക്കിയില്ലേ എന്ന വേദന വരില്ലേ എന്ന അഭിപ്രായത്തിലെത്തിയ സമയത്ത് ഞങ്ങൾ കുട്ടികളോട് ചോദിക്കാൻ തീരുമാനിച്ചു. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അയക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അവർ ഞങ്ങളോട് പറഞ്ഞ പ്രതികരണം, ഞങ്ങൾ വല്ലപ്പോഴും മലപ്പുറത്തോ മറ്റു കടയിൽ ചെന്നാൽ, ഏത് ടൗണിൽ ഞങ്ങൾ ചെന്നാലും ഞങ്ങളെ കാണുന്ന മാത്രയിൽ കടക്കാർ മനസ്സിലാക്കുന്നത് ഞങ്ങൾ യാചകരെന്ന് മനസ്സിലാക്കി. മുതലാളി കാഷ്യർ പറയാണ് ഇവിടെ മുതലാളി ഇല്ല എന്ന്. എന്നാൽ നിങ്ങൾക്കില്ലാത്ത കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്കൊരവസരം നിങ്ങൾ നൽകുമോ എന്നായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് മഅദിന്റെ കീഴിൽ LLBക്ക് വരെ മഅദിൻ സ്റ്റുഡന്റ് പഠിക്കുന്നു എന്ന് വളരെ സന്തോഷകരമാണ്. നസീർ ഡോക്ടർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നു. ഇവിടെ സദസ്സിലുള്ള LLBക്ക് പഠിക്കുന്ന മുഹമ്മദ് സാലിം ഞാൻ നസീർ ഡോക്ടറോട് പരിചയപ്പെടുത്തി. നസീർ ഡോക്ടർ ഇദ്ദേഹം LLBക്ക് പഠിക്കുന്ന ബ്ലൈൻഡാണ്. നസീർ ഡോക്ടർ അത്ഭുതത്തോടെ 3 ചോദ്യം എന്റെ മുമ്പിൽ ചോദിച്ചു. എന്ത് ബ്ലൈൻഡ് അഡ്വക്കറ്റ് ആയിട്ട് ലോകത്തുണ്ടോ?
ബ്ലൈൻഡിന് ബ്ലൈൻഡ് ലിപി ബുക്കുകളുണ്ടോ? ഞങ്ങൾ MBBS പഠിക്കുമ്പോൾ IPC ഇന്ത്യൻ പീനൽ കോഡ് നിയമവശങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഗം ഞങ്ങൾ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞങ്ങൾ മറിച്ചിടാറാണ് പതിവ്. പിന്നെ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇവരെങ്ങനെയാണ് LLBക്ക് പഠിക്കുക? സത്യത്തിൽ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ സാലിമിനെ വെച്ചു, സാലിം വാ, നസീർ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നു. നസീർ ഡോക്ടറോട് പറഞ്ഞത് മറുപടി, സാർ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? കാലങ്ങൾ പരിഷ്കരിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇപ്പോൾ എന്തെല്ലാം സോഫ്റ്റ്വെയറുകളുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ വോയിസ് റെക്കോർഡർ വെച്ച് ഞങ്ങൾ ക്ലാസുകളെല്ലാം കേൾക്കും. വീണ്ടും ഞങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ 4 സെമസ്റ്റർ പരീക്ഷ എഴുതി. സാലിം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ LLBക്ക് പഠിക്കുന്ന ബാക്കിൽ LLBക്ക് പഠിക്കുന്ന ഇങ്ങനെ അൽഹംദുലില്ലാഹ് അല്ലാഹ് ഈ BEd പഠിക്കുന്നവരെ, അതുപോലെ മറ്റു വിവിധ മേഖലകളിൽ പഠിക്കുന്നവര്, ഏതാണെങ്കിലും ഞങ്ങൾക്ക് അവസാനമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് ഈ മഹത്തായ സ്ഥാപനത്തിൽ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, അതുപോലെ ITC ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. ഈ കുട്ടികൾക്ക് ഞങ്ങൾക്കൊരു എയ്ഡഡ് സ്കൂൾ ബഹുമാന്യനായ മന്ത്രി ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്ന്, അതുപോലെ ഡെഫിന് ഇന്ന് കേരളത്തിൽ 8 വർഷമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് എയ്ഡഡ് സ്കൂൾ ഞങ്ങളുടെ ക്യാമ്പസിലില്ല. ഈ കുട്ടികളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഇവർക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ ബ്രെയിൽ ലിപി ബുക്കുകൾ നമുക്ക് സയൻസ്, സാമൂഹ്യം പോലുള്ള സബ്ജക്റ്റുകൾ, സോഷ്യൽ പോലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് മാർക്കറ്റിംഗ് കിട്ടി. നമുക്ക് ഖുർആൻ വിദേശങ്ങളിൽ കൊണ്ടുവരേണ്ടി വന്നു. എന്നാൽ മദ്രസ പാഠപുസ്തകങ്ങൾ ലോകത്തെവിടെ നിന്നും കിട്ടാൻ ഇല്ലാതെ ഞങ്ങളുടെ അധ്യാപകന്മാർ സ്വയം പ്രയത്നത്തിലൂടെ മദ്രസ പാഠപുസ്തകം ആദ്യമായി മഅദിൽ നിന്നാണ് അന്ധന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്യുന്നത്. എന്നല്ല, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും അന്ധന്മാരെന്ന് വിളിക്കുകയില്ല. മറിച്ച് യഥാർത്ഥ അന്ധന്മാർ നമ്മൾ ഈ 2 കണ്ണിന് കാഴ്ചയുള്ളവരാണ്. നമ്മളാണ് അന്ധന്മാര്. മറിച്ച് ഇവർ അകക്കാഴ്ച നൽകി അല്ലാഹു തആല അനുഗ്രഹിച്ചവരാണ്. അവർക്ക് ഒരു ശബ്ദം ഒരു തവണ ഒരാളിൽ നിന്ന് കേട്ടാൽ ആ നിമിഷം അത് പതിയും. ഇന്നലെ മിനിയാൻ എന്റെ വീട്ടിൽ നോമ്പ് തുറക്ക് അന്ധന്മാരായ കുട്ടികൾ വന്നിറങ്ങി. ഞാൻ അവരോട് ചോദിച്ചു, കുട്ടികളെ സമയം എത്രയായി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വാച്ച് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാലും സുമാർ എത്രയായിട്ടുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ 5:30 കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ വാച്ച് നോക്കുമ്പോൾ ആ വാച്ചിൽ 5:31. രണ്ടാമത് നോമ്പ് തുറക്കാനായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇപ്പോൾ നോമ്പ് തുറ 6:47 ഇനി 1 മണിക്കൂറും 15 മിനിറ്റും ഉണ്ട് നോമ്പ് തുറക്കാൻ. ഇങ്ങനെ ഒരു തവണ കാണുമ്പോൾ ഞാനും നിങ്ങളും പലതവണ കണ്ടാൽ നമുക്ക് ഓർമ്മ തരാത്തത്, മനസ്സിൽ നിൽക്കാത്തവരുടെ മനസ്സിൽ നിൽക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ എത്രയോ ബാച്ചുകൾ ഹിസ്റ്ററി റാങ്ക് നേടി. എന്നാൽ ഇക്കാലം വരെയും റാങ്ക് നേടി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് കോട്ടക്കൽ വിനോദ്. ഏറ്റവും ഉയർന്ന മാർക്കോടെ റാങ്ക് നേടിയത് നമ്മുടെ പരിസരത്ത് കോട്ടക്കലിലാണല്ലോ. ആ കുട്ടി സ്ഥാപനം പ്രത്യേകം ആദരിച്ചതാണല്ലോ. ഇവക്ക് നമുക്ക് വർഗീയതയില്ല, വിഭാഗീയതയില്ല, നമുക്ക് ജാതീയതയില്ല. 13,500 വിദ്യാർത്ഥികളിൽ ഇവിടെ മുസ്ലിം കുട്ടികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഇവിടെ ഹൈന്ദവരുണ്ട്, ഇവിടെ മതമില്ലാത്തവരുണ്ട്. എല്ലാം ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എല്ലാവർക്കും തുല്യ പരിഗണനയാണ് ഈ സ്ഥാപനം നൽകുന്നത്. കൂടുതൽ പറയണമെന്നുണ്ട്, സമയം അനുവദിക്കാത്തത് കൊണ്ട്. ബഹുമാന്യനായ മന്ത്രിക്ക് വളരെ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് സമയം അനുവദിച്ചത് കൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. അവസാനമായി പറയുന്നത്, ഈ മഹത്തായ സംരംഭം ഈ കാണുന്ന അന്ധന്മാർക്ക് എല്ലാ മാസവും ഇവിടെ ക്ലാസ് നൽകുന്നു. അവർ ക്ലാസ് നൽകുമ്പോൾ അവർക്ക് കൊണ്ടുവരാൻ ഒരു ഹെൽപ്പർമാർ വേണം. അവർക്ക് കൂടിയുള്ള ബസ് ഫെയർ ഇവിടെ നിന്ന് നൽകുന്നു. അതുപോലെ വർഷത്തിൽ അവർക്ക് റംസാൻ പെരുന്നാൾ കിറ്റുകൾ അവർക്ക് വർഷങ്ങളായി നൽകി വരുന്നതാണ്. എല്ലാവരും പെരുന്നാൾ കഴിക്കുമ്പോൾ അവർ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ച് അവർ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് കിറ്റ് ഇന്ന് ബഹുമാന്യനായ വ്യവസായ IT നഗരകാര്യ വികസന മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകൾ, നാട്ടുകാരുടെ പ്രിയങ്കരനായ കുഞ്ഞാപ്പ, ഈ കേരളത്തിന് വ്യവസായ വകുപ്പ് എന്ത് എന്ന് മനസ്സിലാക്കി കൊടുത്തത്. പുറം ലോകം കേരള വ്യവസായത്തെ കുറിച്ച് മാറി നിന്ന് വ്യവസായങ്ങൾ മാറി നിന്നപ്പോൾ ആദ്യമായി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്തി. കഴിഞ്ഞ ഭരണത്തിൽ ഇപ്പോൾ എൻജിനീയറിംഗ് കേരള അടുത്ത് നടക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ മതസൗഹാർദ്ദ മേഖലകളിൽ, അതുപോലെ തന്നെ മുസ്ലിം സമൂഹങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളെയും ഒന്നിപ്പിക്കുന്ന
കൊടുക്കുന്നതിൽ അങ്ങനെ വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്ന ബഹുമാന്യനായ മന്ത്രി അവരുടെയാണ് ഈ മഹത്തായ സംരംഭത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് വളരെ ശ്രദ്ധേയമാണ്. ഇതിൽ സ്ഥലം MLA ഉബൈദുള്ള സാഹിബ് അവറുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക്, അതുപോലെ തന്നെ മുനിസിപ്പൽ വാർഡ് മെമ്പേഴ്സ് പേരുകൾ വായിക്കുമ്പോൾ നീണ്ട് മന്ത്രിക്ക് വിഷമമാകുമെന്ന് കരുതി അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് കൈവശം പണമില്ല, പണക്കാരില്ല, രാഷ്ട്രീയമില്ല, രാഷ്ട്രീയക്കാർ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ആയുധങ്ങളില്ല, പ്രതിരോധ ശക്തികൾ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നുമില്ല. 109 സെന്റും 110 ഏക്കറിലേക്ക് എത്തിയത്, 118 വിദ്യാർത്ഥികളിൽ നിന്ന് 13,500 വിദ്യാർത്ഥികളിലേക്ക് എത്തിയത്, 2 സ്റ്റാഫിൽ 800 സ്റ്റാഫിലേക്ക് എത്തിയത് മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റിയിലേക്ക് 1,30,000 രൂപ കാശായും സ്വർണ്ണാഭരണങ്ങളായും കൊടുക്കാൻ കഴിഞ്ഞത്, അതിനുശേഷം സാധു കുടുംബങ്ങൾക്ക് അരികൾ കൊടുക്കാൻ കഴിഞ്ഞത്, നാളെ 1000ഓളം വിധവകൾക്ക് നിസ്കാര കുപ്പായവും നിസ്കാരപ്പായും തസ്ബീഹ് മാലയും മേടുകളും ഇവിടെ നാളെ നൽകുന്നത്. ഇങ്ങനെ ഒരൊറ്റ മാസത്തിലാണ് വിവിധ റിലീഫുകളൊക്കെ നൽകുന്നത്. ഞങ്ങൾക്കുള്ളത് പാവങ്ങളായ സാധുക്കളായ ജനങ്ങളുടെ സഹകരണം മാത്രമാണ്. അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ദുആ ചെയ്യാനുള്ളൂ. എല്ലാവരോടും എല്ലാ സമയത്തും ദുആ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത 27-ാം രാവിന് ഇവിടുന്ന് പ്രതിജ്ഞയെടുക്കുന്നത് മദ്യത്തിനെതിരാണ്, ഭീകരവാദത്തിനെതിരാണ്. ജനലക്ഷങ്ങൾ തടിച്ചുകൂടി ഇങ്ങനെ നാടിന് ആവശ്യമായ മേഖലകളിലാണ് നമ്മുടെ ശബ്ദങ്ങൾ മുഴുവനും നടക്കുന്നത് എന്നുകൂടി അറിയിച്ച് ബഹുമാന്യനായ മന്ത്രി അവറുകളെ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നതിന് മുമ്പ് നമ്മുടെ അന്ധന്മാരായ വിദ്യാർത്ഥികൾ ബഹുമാന്യനായ മിനിസ്റ്റർ അവറുകൾക്ക് മെമ്മോറാണ്ടം സമർപ്പിക്കുകയാണ്. അതിനുശേഷം ബഹുമാന്യനായ മിനിസ്റ്റർ അവറുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഉദ്ഘാടന പ്രഭാഷണം ജനപ്രതിനിധികളുടെയും നായകരുടെയും ആശംസകളും എല്ലാം നടക്കാനിരിക്കുന്നു. ആ ആശംസയും മെമ്മോറാണ്ടം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അന്ധന്മാരായ കുട്ടികളെ ക്ഷണിക്കുന്നു. അവരുടെ ശൈലിയിലാണ്, ബ്രെയിൽ ലിപിയിലാണ് അവർ മെമ്മോറാണ്ടം കൊടുക്കുന്നത്. ആ ബ്രെയിൽ ലിപി അവർ തന്നെ മന്ത്രിയെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നതാണ്. ബഹുമാനിയായ മന്ത്രി 2 മിനിറ്റ് സമയം നമുക്ക് അനുവദിക്കണമെന്ന് അപേക്ഷിക്കുക.